വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-ാമത് വാക്യം. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇത് എന്ത് എന്ന് അവൻ ചോദിച്ചു. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. ത്തിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഈ 3 സ്ഥലങ്ങളിലും ആമേൻ ഓരോ കുരുടന്മാരെ കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൽ 2 കുരുടന്മാരെ കാണാൻ പറ്റും. മാർക്കോസും ലൂക്കോസിലും ഓരോ കുരുടന്മാരെ കാണാൻ പറ്റും. എന്താ ഈ കുരുടന്മാരുടെ പ്രത്യേകത? ഈ 3 കുരുടന്മാരും യേശു യെരിഹോവിൽ നിന്ന് പുറപ്പെടുന്ന സമയത്താണ് ഈ 3 കുരുടന്മാരുടെ ആമേൻ കാണുന്നതും അതിൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്നതും. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ യെരിഹോവിൽ നിന്ന് ആമേൻ യെരിഹോവിനടുത്തപ്പോൾ യെരിഹോവിൽ എത്തിയ സമയത്ത് എന്ത് ചെയ്തു? യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഒരു കുരുടൻ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരിക്കുക. അടുത്തത് സംഭവിച്ചേ, പുരുഷാരം കടന്നു പോകുന്നത് ഇവൻ കേട്ടു. ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം. ഇന്ന് പകൽ ഇതിനകത്തൊരു ദൂതുണ്ട്. ഇതുപോലെ നമ്മുടെ കണ്ണ് തുറക്കണം. വഴിയരികിലെ ഇരിപ്പ് മാറണമെങ്കിൽ കണ്ണ് തുറന്നേ പറ്റൂ. കണ്ണ് തുറക്കാത്തിടത്തോളം കാലം ഇവൻ എവിടെ ഇരിക്കും? വഴിയരികിൽ ഇരുന്ന് അവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കും. അവൻ സ്തോത്രം. അരികിൽ ഇരിക്കുന്നവന്റെ പ്രത്യേകത, അവൻ യാചിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവൻ്റെ കണ്ണ് തുറന്നാൽ ഇനി അവനെ അവിടെ കാണാൻ പറ്റില്ല. ഇന്ന് പകൽ നമ്മുടെ ലൈഫിനകത്ത് ദൈവം ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ഇരിക്കുന്ന ഇടത്തല്ല, നാം ഇരിക്കുന്ന ഇടത്തല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ദൈവം നമ്മളെ നടത്തും. അങ്ങനെ ലൈഫിലൊരു ചേഞ്ച് വരണമെങ്കിൽ നമ്മളെ കണ്ണ് തുറക്കണം. കണ്ണ് തുറക്കാത്തിടത്തോളം കാലം ഇവിടെ ഇരിക്കും. സ്തോത്രം. എന്നാൽ അവൻ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഇത് വലിയൊരു പുരുഷാരത്തിൻ്റെ ശബ്ദം അവൻ കേട്ടു. ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം. കാരണം ഇതുവഴി ഒരുപാട് ഘോഷയാത്രകളൊക്കെ പോകുന്ന സ്ഥലമാണ്. പക്ഷേ ഇതുവരെ കേൾക്കാത്ത ഒരു പുരുഷാരത്തിൻ്റെ ശബ്ദം അവൻ കേട്ടു. അവൻ കേട്ടിട്ട് മിണ്ടാതിരുന്നില്ല. ഇതെന്ത് എന്ന് അവൻ അതുവഴി പോയവരോട് ചോദിച്ചു, എന്താ പുരുഷാരത്തിൻ്റെ ശബ്ദം? ഹല്ലേലൂയ. ആമേൻ. ആരോ അവനോട് വിളിച്ചു പറഞ്ഞു, നസ്രനെ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. സ്തോത്രം. അവൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത് യേശുവാണെന്ന് അവൻ അറിഞ്ഞ സമയം എന്താ സംഭവിച്ചേ? അവൻ പിന്നെ അടങ്ങിയിരുന്നില്ല. ഇന്ന് പകൽ നമ്മളെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് വെളിപ്പെടുന്നത് ആരാണെന്ന് മനസ്സിലായാൽ, അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അവരെ അടക്കി വെക്കാൻ പറ്റത്തില്ല. ഒരു പ്രശ്നങ്ങൾക്കോ ഒരു പ്രതികൂലങ്ങൾക്കോ ഒരു ശബ്ദങ്ങൾക്കോ അവൻ വെളിപ്പെടുന്നത് ദൈവമാണെന്ന് മനസ്സിലായാൽ, ഇന്ന് പകൽ ഈ വചനത്തിനകത്ത് വെളിപ്പെടുന്നവൻ അവൻ സർവശക്തനാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഇന്ന് പകൽ ദൈവകുഞ്ഞൻ നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. അവൻ അവിടെ നിന്നുകൊണ്ട്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. ഒരുപാട് പുരുഷാരത്തിൻ്റെ ശബ്ദം കേട്ടവൻ ഹല്ലേലൂയ യേശുവാണെന്നറിഞ്ഞത് കൊണ്ട് ആമേൻ, ഞാൻ ചോദിക്കുന്നു, ആമേൻ, സ്തോത്രം, കണ്ണ് കാണാത്ത കുരുടനെ ഈ യേശുവിന് എന്താ പ്രത്യേകത? എന്തിനാ നീ യേശുവിനെ വിളിക്കുന്നത്? അവൻ പറയും, അവൻ പണ്ടാലയത്തിൽ കേട്ടിട്ടുണ്ട്. ആമേൻ. യെശയ്യാ പ്രവാചകൻ ആമേൻ പറയുന്നൊരു ശബ്ദം, ആമേൻ, സ്തോത്രം, പള്ളികളിൽ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവൻ സാധാരണക്കാരനല്ല, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ നിത്യ പിതാവാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവനെ വിളിച്ചാൽ ഒരു മറുപടി ലഭിക്കാതെ പോകത്തില്ല. ആമേൻ. അവനൊരു പ്രത്യേകതയുണ്ട്. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കുന്നു. ഇവൻ അറിയാം, അവനെ പിടിച്ചാൽ ആമേൻ, സ്തോത്രം, ഇനി ഞാൻ ഈ വഴിയരികിലല്ല,
ആമേൻ കൈവിടപ്പെട്ടവനായിട്ടല്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആധിപത്യം അവൻ്റെ തോളിലുള്ളത് കൊണ്ട് അവൻ എന്നെ എടുത്ത് എവിടെ വെക്കും? കാണാതെ പോയതിനെ കണ്ടു കിട്ടിയാൽ എവിടെ വെക്കും? എവിടെ വെക്കും? തോളിൽ വയ്ക്കും. എന്ന് പറഞ്ഞാൽ അവനറിയാം, ഇന്നലകളിൽ ഞാനായിരുന്ന ആധിപത്യത്തിനകത്തല്ല, അവൻ യേശുവിനെ വിളിച്ചാൽ എന്നെ വേറൊരു ആധിപത്യത്തിനകത്തേക്ക് കയറ്റും. ഇന്നലകളിൽ ഞാൻ ഇരിക്കുന്ന ഈ വഴിയോരത്ത് ഒരാധിപത്യമുണ്ട്. ആ ആധിപത്യം നാളുകൾ കൊണ്ട് എന്നെ ഭരിച്ച് എന്നെ തകർത്ത് കാണേണ്ടതൊന്നും കാണുവാൻ കഴിയാതെ വണ്ണം എന്നെ ഒതുക്കിയ ചില മേഖലകൾക്കകത്ത് നിന്ന് സ്തോത്രം യേശുവിനെ വിളിച്ചാൽ അവൻ എന്നെ വേറൊരാധിപത്യത്തിനകത്താക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ പ്രത്യേകത അത്. അവൻ ഹല്ലേലൂയ കർത്താവിനെ വിളിച്ചാൽ അവൻ നമ്മളെ വേറൊരാധിപത്യത്തിനകത്താക്കും. ഹല്ലേലൂയ. ആ ആധിപത്യത്തിനകത്ത് ഒരു ശത്രുവിനും കയറാൻ പറ്റത്തില്ല, ഒരു പിശാചിനും കയറാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനും അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഒരു ശത്രുവിനും ആ ആധിപത്യത്തിനകത്ത് കയറാൻ പറ്റില്ല. എന്നാൽ ഇവൻ നിലവിളിച്ചു. പക്ഷെ ഹല്ലേലൂയ എന്താ സംഭവിച്ചെന്നറിയാമോ? 39 വാക്യം വായിച്ചെങ്കിൽ, മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. ഇവൻ വിളിക്കുകയാണ്. കാരണം ഇവൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട്, ഇവൻ്റെ ഉള്ളിൽ ഒരുപാട് മുറിവുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ചിന്തിച്ചു നോക്കിയേ, കണ്ണ് കാണാൻ പറ്റാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥ എത്ര പ്രാവശ്യം ഒരു ദിവസം ചിലപ്പോൾ വീണ് കാണും, ശരീരം മുറിഞ്ഞു കാണും. സ്തോത്രം. ആരും ഇല്ല മുറിവ് കെട്ടാൻ. സ്തോത്രം. ആരും മുറിവ് കെട്ടാൻ ഇല്ല. ഈ വേദന എല്ലാം സ്വന്തമായിട്ട് സഹിക്കണം. ആരും ആശ്വാസം പറയാൻ, ഹല്ലേലൂയ, കുരുടൻ്റെ അടുക്കൽ ആരെങ്കിലും ആശ്വാസം പറയാനുണ്ടോ? ആരും ആശ്വാസം പറയാനില്ല. എന്നാൽ ഇവൻ ഉറക്കം നിലവിളിക്കുമ്പോൾ അവിടെ പറയുന്നു, മുന്നടക്കുന്നവർ അവനെ. ഈ യേശുവിൻ്റെ കൂടെ കുറേ ആൾക്കാർ സ്തോത്രം നടപ്പുണ്ട്. അവരിങ്ങനെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ശുശ്രൂഷ ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ 5 അപ്പം 5000 പേർക്ക് കൊടുത്തത് മുതൽ ഞങ്ങൾ യേശുവിൻ്റെ കൂടെ ഉള്ളവരാണ്. ഇവരിങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ചോദിച്ചാൽ കണ്ണ് തുറന്ന ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്, കണ്ണ് തുറന്നാൽ എന്താ സംഭവിക്കുന്നത്? കണ്ണ് തുറന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ആരാ? സ്തോത്രം. ആരാ? ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ജോസ് പാസ്റ്ററാണെന്ന് നമുക്ക് സ്തോത്രം. പക്ഷേ നമ്മുടെ പുറമേയുള്ള കണ്ണ് തുറന്നാൽ ജോസ് പാസ്റ്ററാന്ന് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ അകമേയുള്ള കണ്ണ് തുറന്നാൽ പ്രസംഗിക്കുന്നവനെ അല്ല കാണുന്നത്, പ്രസംഗിക്കപ്പെടുന്നവനെ കാണും. ഇന്ന് പകൽ പാസ്റ്ററെ കണ്ടാൽ ചിലർക്കൊന്നും സ്വോത്രം പറയാൻ തോന്നുകയില്ല. ചിലർ സ്വോത്രമേ പോയി, വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്വോത്രമൊന്നും ഇല്ല. അത് നമ്മളെ കണ്ണ് തുറന്നാൽ ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടുത്തുന്നവനെ കാണും, യേശുക്രിസ്തുവിനെ കാണും. പ്രസംഗിക്കുന്നവനെ അല്ല കാണുന്നേ, പ്രസംഗിക്കപ്പെടുന്നവൻ, ഉയർത്തപ്പെടുന്നവൻ. ഇന്ന് പകൽ ജോസ് പാസ് ഇവിടെ നിന്നിട്ട് പറയുന്നത് ഒരു മനുഷ്യന്റെ കാര്യമല്ല. ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ ചേഞ്ച് ആക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ ഇരുപ്പ് മാറ്റുന്ന, നിന്റെ ജീവിതത്തിന്റെ സങ്കടം മാറ്റുന്ന ഒരു യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കണ്ണു തുറന്നവൻ കാണുന്നത് ആ യെരിഹോവിന്റെ തീരത്തൂടെ നടന്നു പോകുന്ന ഒരു അത്ഭുത മന്ത്രിയെ, ഒരു വീരനാം ദൈവത്തെ, ഒരു സമാധാനത്തിന്റെ പ്രഭുവിനെ ഇന്ന് പകൽക്കാലം നിങ്ങൾ കാണും. കാണുന്നെങ്കിൽ കാണേണ്ടവനെ കാണണം. ഇന്ന് പകൽ നമ്മുടെ കണ്ണു തുറക്കണം. സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ കണ്ണു തുറക്കണം. കാണേണ്ടവനെ കണ്ടാൽ ഇനി നീ അങ്ങനെ ഇരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇനി നീ കൈനീട്ടാൻ സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ നിന്റെ കിടക്ക മാറ്റിവിരിക്കും, നിന്നെ എഴുന്നേൽപ്പിക്കും ദൈവം. ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. എന്തിനു പ്രാർത്ഥിക്കണം? കർത്താവേ, എൻ്റെ കണ്ണൊന്ന് തുറക്കണം. പുറമേയുള്ളത് കാണുവാനല്ല. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ഇവിടെ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവ സാന്നിധ്യം കാണണം.
അവൻ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് കാണണം. ആമേൻ. യേശു പറഞ്ഞു, ആമേൻ സ്തോത്രം, നിങ്ങൾ ആമേൻ ഭൂതങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. ഇന്ന് പകൽ ഇതിനകത്ത് ആരാധിക്കുമ്പോൾ നിനക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ അത് വീഴുന്നത് നീ കാണണം. നിന്റെ ലൈഫിൽ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലത്തെ നീ കണ്ടു നിൽക്കാനല്ല. ആമേൻ സ്തോത്രം, നിന്റെ മുമ്പിൽ ആമേൻ നിന്റെ വാതിലടയ്ക്കുന്ന നിന്റെ അനുഗ്രഹത്തിന്റെ നിന്റെ ബ്ലെസ്സിംഗ് വാതിലടയ്ക്കുന്ന ആമേൻ പിശാചിന്റെ ഉയർച്ചയല്ല ഇന്ന് പകൽ നീ കാണേണ്ടത്. ഓ സ്തോത്ര, നിന്റെ ലൈഫിൽ ഇന്ന് വരെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന, നിന്റെ കുടുംബത്തിൽ മറഞ്ഞു നിന്ന് പോരാടുന്ന ആമേൻ ശത്രു വീഴുന്നത് ഇന്ന് പകൽ നീ കണ്ടുകൊണ്ട് വേണം ആരാധിക്കാൻ. ഇന്ന് പകൽ പറപ്പാ, എന്റെ കണ്ണുകളെ നീ തുറക്കണം, എന്റെ കണ്ണുകളെ നീ തുറക്കണം. നിന്റെ കണ്ണു തുറന്നാൽ നിന്നെ അവിടെ ഇരുത്തത്തില്ല ദൈവം. നിന്റെ കണ്ണു തുറന്നാൽ നിന്നെ ദൈവം അവിടെ ഇരുത്തത്തില്ല. നീ എഴുന്നേൽക്കും. നീ മറ്റൊരാളിന്റെ സഹായമില്ലാതെ, മറ്റൊരുവന്റെ ആശ്രയമില്ലാതെ നീ കാലൂന്നി നിൽക്കും. ഇന്ന് പകൽ ചില പരിധികൾ പൊട്ടണം. ഇന്ന് പകൽ ദൈവകുഞ്ഞൻ നിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്ന പരിധി പൊട്ടണം. അപ്പോൾ വിടുതൽ വെളിപ്പെടാറാകുമ്പോൾ ഈ മുന്നടർന്നവർ, മുമ്പേ പോയവർ, പരിചയ സമ്പന്നർ ആരാ വാമേൻ നിന്റെ വിടുതലിനെ തടയുന്നത്? പരിചയ സമ്പന്നർ നിന്റെ ആമേൻ വിടുതൽ തടയാനിടയാകരുത്. ഇന്ന് പകൽ ഒരു വിഷയവും നിന്റെ ഹൃദയത്തിൽ ഉയർന്നു നിന്ന് നിന്റെ വിടുതൽ തടയുവാൻ അനുവദിക്കരുത്. ആമേൻ. ഇന്ന് പകൽ ഒരു ഉയർച്ചകളും നിന്റെ ബ്ലെസ്സിങ്ങിനെ തടയുവാൻ അനുവദിക്കരുത്. ഇന്ന് പകൽ ഞാൻ പറയൂ, നിന്റെ കണ്ണു തുറന്നാൽ ആമേൻ നീ കാണേണ്ടത് മുഴുവനും നീ കാണും. നിന്റെ അനുഗ്രഹം കാണും, നിന്റെ നന്മ നീ കാണും. ആമേൻ. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ആരെ ഈ മുന്നടക്കുന്നവർ? ഹല്ലേലൂയ. ചിലപ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ചില വ്യക്തികളാകാം, ചിലപ്പോൾ ചില ശബ്ദങ്ങളായിരിക്കാം ആമേൻ നമ്മളെ ഒതുക്കി കളയുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് പകൽ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. അവർ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ ആമേൻ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം സ്തോത്രം മനസാക്ഷി സ്തോത്രം പറയാതിരിക്കാൻ ആമേൻ നമ്മളോട് വിലക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ ഏറ്റവും അധികം സ്തോത്രം ചെയ്യണം. കാരണം ഏറ്റവും അധികം ഒരു വിടുതൽ ഇന്ന് വരെ നിന്റെ ലൈഫിൽ നടക്കാത്ത ഒരു വലിയ വിടുതൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുകയാ. ചിലരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഒരു വഴിത്തിരിവിന്റെ ദിവസമാ. ഇന്ന് പകൽ നിന്റെ മേൽ ഒരു വഴിത്തിരിവിന്റെ ദിവസമാ. നീ കാലൂന്ന് എഴുന്നേൽക്കുന്ന ദിവസമാ. നാളുകൾ കൊണ്ട് നിന്നെ ഒതുക്കിയ മണ്ഡലം, നാളുകൾ കൊണ്ട് നിന്നെ ആമേൻ ഒതുക്കി വെച്ച മേഖലകൾക്കകത്ത് നീ എഴുന്നേൽക്കും. നീ എഴുന്നേൽക്കും. ഉയർച്ചകൾക്ക് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, ശബ്ദങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, പിശാചിന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഒരു നാസ്രായൻ യെരിഹോവിന്റെ തെരുവിൽ കൂടെ നടന്നവൻ ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് നടക്കുകയാ. നിന്നെ പിടിച്ചു വയ്ക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ, നിന്നെ ഒതുക്കി വയ്ക്കുന്ന, നിന്റെ മേൽ ദൈവ പദ്ധതി വെളിപ്പെടാതെ, നിന്റെ മേൽ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടാതെ, ദൈവത്തിന്റെ അത്ഭുതം നിന്റെ വീട്ടിനകത്ത് നടക്കാതെ, നിന്റെ തലമുറക്കകത്ത് നടക്കാതെ നിന്നെ ഒതുക്കുന്ന മേഖലകൾ ഇന്ന് പകൽ പോട്ടണേ. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ നുകകൾ തകരട്ടെ, ആ ബന്ധനങ്ങൾ അടിയട്ടെ. നീ എഴുന്നേൽക്കും, നീ നടക്കും. ഒരു വ്യക്തിയുടെ സഹായമില്ലാതെ നിന്റെ കിടക്ക ദൈവം ഇന്ന് പകൽ മാറ്റും. നിന്റെ സ്ഥിതി ഇന്ന് പകൽ മാറും. നീ കാണേണ്ടവരെ കാണണം, നീ കാണരുതാത്തത് കാണണ്ട. ഇന്ന് പകൽ കാണേണ്ടവരെ കണ്ടാൽ നിന്റെ സ്ഥിതി മാറും. നിന്റെ ആമേൻ നന്മകളെ തടയുന്ന, നിന്റെ മേൽ വീഴുവാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽ നിന്നെ ഒതുക്കുന്ന ചില മേഖലകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് തകർന്നു മാറട്ടെ, തകർന്നു മാറട്ടെ. അവനേറ്റവും മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ അവൻ ഏറ്റവും
അധികം നിലവിളിച്ചു. ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്റെ ശബ്ദം കേൾക്കുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. നിന്റെ ശബ്ദം കേൾക്കുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ ഞരക്കം കാണുന്ന, നിന്റെ ഞെരുക്കം കാണുന്ന ഒരുവൻ ഇന്ന് പകൽ ഈ ആരാധനക്കകത്ത് വന്നിട്ടുണ്ടെന്ന്. ഇന്ന് പകൽ നിന്റെ സ്ഥിതി മാറും, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, നിന്റെ തലമുറയുടെ സ്ഥിതി മാറും. ഹല്ലേലൂയ. നിന്റെ കണ്ണു തുറന്നാൽ, ആമേൻ, സ്തോത്ര, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുമെന്ന്. നിന്റെ കണ്ണു തുറന്നാൽ നിന്റെ തലമുറയുടെ സ്ഥിതി മാറുമെന്ന്. ഒതുക്കും തോറും അവന്റെ ശബ്ദം ഉയർന്നു. മിണ്ടാതിരിക്കാൻ ശാസിക്കും തോറും അവന്റെ ശബ്ദം ഉയർന്നു. പക്ഷെ ഇന്ന് പകൽ നിന്റെ ശബ്ദം കേൾക്കാൻ യെരിഹോവിൽ നടന്നവൻ ഇന്ന് പകൽ ഈ ആലയത്തിനകത്തും വന്നിട്ടുണ്ട്. ഇന്ന് പകൽ നിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ കേട്ടാൽ നിൽക്കും അവൻ നിന്റെ മുമ്പിൽ. നിന്നെ കടന്നു പോകത്തില്ല, നിന്നെ കടന്നു പോകത്തില്ല ദൈവമേ. പലരും നിന്റെ മുമ്പിൽ കൂടെ കടന്നുപോയി. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ഇന്നലകളിൽ നീ കേട്ട ശബ്ദം എന്താ? നിന്റെ പാത്രത്തിൽ വീണുന്ന നാണയത്തുട്ടുകളുടെ ശബ്ദമാണ് നീ കേട്ടത്. പക്ഷെ ഇന്ന് പകൽ നീ കേട്ട ശബ്ദം, ആമേൻ, ഒരു പുരുഷാരത്തിന്റെ അല്ല. ഇന്ന് പകൽക്കാലം നീ കേൾക്കുന്ന ശബ്ദം, ആമേൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും പുരുഷാരത്തിന്റെ ശബ്ദം പോലെയും. സ്തോത്ര, സ്തോത്ര. നീ കേൾക്കുന്ന ശബ്ദം ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കാൻ പോവുകയാ. യേശു നിന്നുകൊണ്ട് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇന്ന് പകലിൽ നമ്മൾ പ്രതികരിക്കുന്ന ഒരു പാസ്റ്ററുടെ മുമ്പിലല്ലെന്ന്, ഒരു വ്യക്തിയുടെ മുമ്പിലല്ല. ശബ്ദം കർത്താവിൻ്റെ കാതിൽ കിട്ടി. കർത്താവ് പറഞ്ഞു, അവനെ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്ന് പകൽ ആരെയൊക്കെ പേര് വിളിച്ച്, ഇന്ന് പകൽ നിന്നെ പേര് വിളിച്ച്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് പറയാ, കൊണ്ടുവാ. നീ ഇന്ന് പകൽ നീ എൻ്റെ അടുക്കൽ വരും. ആമേൻ, നിന്റെ സ്ഥിതിയെ ഞാൻ മാറ്റും. അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. മാർക്കോസിന്റെ സുവിശേഷം 10:50 പറയുന്നു, അവൻ തൻ്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു, ചാടി എഴുന്നേറ്റു, യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ എന്താ ചെയ്തത്? അവൻ തൻ്റെ പുതപ്പ് ഇട്ടു, പിന്നെ എന്ത് ചെയ്തു? ഇത്രയും കാലം ഈ പുതപ്പ ഇവനെ ഒതുക്കി വെച്ചിരുന്നേ. സ്തോത്രം. ഇന്ന് പകൽ നമ്മളെ ഒതുക്കി വെച്ച പുതപ്പിട്ട് കളയണം. സ്തോത്രം. ഇതാ നമ്മളെ നാളുകൾ കൊണ്ട് നന്മയെ അനുഭവിക്കാൻ കഴിയാതെ നമ്മൾ ഒതുക്കിയത്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആ പുതപ്പിനെ എന്ത് ചെയ്തു? ഇട്ട് അവൻ, ആമേൻ, സ്തോത്രം, പറഞ്ഞു, ഇനി എനിക്കിത് വേണ്ട. ഇതെന്തിനാ? ഇത് യാചിക്കാനുള്ള യാചനയുടെ പുതപ്പാ, ഇത് കഷ്ടതയുടെ പുതപ്പാ, ഇത് അനേകരുടെ സഹായത്തിൻ്റെ പുതപ്പാ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയും, ചില പുതപ്പുകൾ നിങ്ങളുടെ മേൽ നിന്ന് വീഴാൻ പോവുകയാണ്. ചില പുതപ്പുകൾ നിങ്ങളുടെ മേൽ നിന്ന് വീഴും. നിങ്ങളത് ഇട്ട് കളഞ്ഞിട്ട് ഓടിക്കോണം. ആമേ, ഇനി ആ പുതപ്പിൻ്റെ കീഴിൽ കയറി ഇരിക്കരുത്. ആമേ, സ്തോത്രം. നിന്നെ ഒതുക്കിയ പുതപ്പ്, നിന്നെ കൈ നീട്ടിച്ച പുതപ്പ്, നിന്നെ മുറിവേൽപ്പിച്ച പുതപ്പ്, നിന്നെ, ആമേ, സ്തോത്ര, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു യാചകനാക്കി മാറ്റിയ പുതപ്പ്, ഇന്ന് പകൽ അത് പുറകിലേക്ക് വലിച്ചെറിയണം. അതെറിഞ്ഞിട്ട് നീ മുൻപോട്ടോടണം. ഹല്ലേലൂയ. സ്തോത്രം. വിടുതൽ വേണോ? ഇത് ഈട്ടേച്ച് പോകണം, ഇത് കൊണ്ടുപോകരുത്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം, ആമേൻ, ദൈവത്തോട് പറ, മതി കർത്താവേ. സ്തോത്രം. ഇനി ആ പുതപ്പ് നമുക്ക് വേണ്ട. ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്ന ഒരു ആളിന് കര കൊടുത്തിട്ട് പറ, ഇനി ആ പുതപ്പ് വേണ്ട, ഇനി ആ പുതപ്പ് വേണ്ട. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 1-2 പേർക്ക് കരം കൊടുത്തിട്ട് പറ, ഇനി ആ പുതപ്പ് വേണ്ട. ഇത് പറയുമ്പോൾ അതങ്ങ് പോകുക പുറകിലോട്ട്. ഇന്ന് പകൽ പറ, ഒതുക്കാൻ പറ്റുകയില്ല. ചില പുതപ്പുകൾക്ക് എന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ചില പുതപ്പുകൾ ഇന്ന് പകൽ എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ആത്മിക ജീവിതത്തിൽ നിന്ന്, എൻ്റെ ഭൗതിക ജീവിതത്തിൽ നിന്ന് ഇന്ന് പകൽ ചില പുതപ്പുകൾ പറന്നു പോവുകയാ. അത് പുറകിലോട്ട് പോകും. നീ മുൻപോട്ട് ഓടും. നീ വീഴത്തില്ല, നീ വീഴത്തില്ല. വീണാൽ താങ്ങുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഇന്ന് പകൽ പറയും, നമ്മളെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും.
സ്തോത്രം. വീഴാൻ ദൈവം എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. കർത്താവാണ് വിളിച്ചതെങ്കിൽ ദൈവകുഞ്ഞ നിന്റെ കാൽ ഇടറിപ്പോകത്തില്ല, നിന്റെ കാൽ വഴുതി പോകത്തില്ല, നീ വീണ് പോകത്തില്ല, നീ ലക്ഷ്യത്തിലെത്തും. നിന്നെ ബ്ലെസ് ചെയ്യും ദൈവം. ഈ പട്ടണത്തിൽ നിങ്ങളെ കൊണ്ടുവന്നത് കേരളത്തിൻ്റെ എവിടെയോ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി പോകേണ്ടതായിരുന്നു നമ്മൾ. ഇന്ന് പകൽ ഈ പട്ടണത്തിൻ്റെ നടുവിൽ കൊണ്ടുവന്നത് ശാപം ചുമക്കാനല്ല, രോഗം ചുമക്കാനല്ല. സ്തോത്ര, കർത്താവ് ആരെന്ന് കാണിക്കാൻ. പൗലോസ് പറയുക, സ്തോത്ര, ഹല്ലേലൂയ, അവനെ എന്നിൽ വെളിപ്പെടുത്തി. സ്തോത്ര, ഹല്ലേലൂയ. ദൈവം ഈ പട്ടണത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിർത്തിയത് ദൈവത്തെ വെളിപ്പെടുത്താനാണ്. നിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് സ്തോത്ര ഒരു അനുഭവമായി മാറണം. സ്തോത്ര, പരാജയത്തിൻ്റെ സാക്ഷിയല്ല. സ്തോത്രം, നമ്മൾ ജയത്തിൻ്റെ സാക്ഷ്യം പറയും. ഇത് പകൽ നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് പകൽ നമ്മുടെ സ്ഥിതി മാറും. ഇന്ന് പകൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറും. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസന്നിധി നമ്മുടെ ഹൃദയത്തെ ഒന്ന് പകർന്നേ. സ്തോത്രം. നമ്മൾ നശിച്ചു പോകേണ്ട സ്ഥാനത്ത്, നമ്മൾ തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം നമ്മളെ ഇതുവരെ നിർത്തിയില്ലേ. പക്ഷെ ഇന്ന് പകൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മളെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ അടുത്തൊരു നിലയിലേക്ക് ദൈവം നമ്മളെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാം. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിക്കാൻ പോവുക.